Very good morning to all and good afternoon to. Today we will discuss about the portfolio study, and it is the important tool for testing market efficiency after event study. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോർട്ട്ഫോളിയോ സ്റ്റഡിയെ പറ്റിയിട്ടാണ്. ഇവൻ്റ് സ്റ്റഡിക്ക് ശേഷം നമ്മൾ പറയുകയാണെന്ന് മാർക്കറ്റ് ടെസ്റ്റിംഗ് ഓഫ് എഫിഷ്യൻസിക്ക് വേണ്ടി ടെസ്റ്റിംഗ് ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഒരു മെത്തേഡാണ് എന്ത് പോർട്ട്ഫോളിയോ സ്റ്റഡി. So, in some investment strategies, firms with specific characteristics are viewed as more likely to be undervalued and therefore have excess return than firms without these characteristics. അതായത് ചില ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജികളിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള ചില ഫേംസിനെ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അണ്ടർ വാല്യൂഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്ക് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ളതിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു, അണ്ടർ വാല്യൂ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ സ്പെഷ്യൽ ഫീച്ചർ ഉള്ള ഫേമുകൾ അതില്ലാത്ത ഫേമിനേക്കാട്ടിലും കൂടുതൽ എന്തുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, എക്സസ് റിട്ടേൺ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ ദീസ് കേസസ് ദ സ്ട്രാറ്റജീസ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ ക്രിയേറ്റിംഗ് പോർട്ട്ഫോളിയോസ് ഓഫ് ഫേംസ് possessing these characteristics at the beginning of a time period and examining returns over the time period. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ടെസ്റ്റ് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യും. എങ്ങനെ? ഈ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഫേംസിൻ്റെ പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ? ഡിഫറെൻറ്റ് ടൈം പീരീഡ് അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദ ടൈം പീരീഡ് വെച്ചിട്ട് ആ ടൈം പീരീഡ് റിട്ടേൺസ് എന്ത് ചെയ്തുകൊണ്ട് പരീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ റിട്ടേൺസ് എന്ത് ചെയ്തുകൊണ്ട് എക്സാമിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യുന്നു. To ensure that these results are not colored by the idiosyncrasies of one time period, this analysis is repeated for a number of periods. അപ്പം എന്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രം ഉണ്ടാകുന്ന പ്രതിഭാസമല്ല ഇത് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇഡിയോസിൻക്രസീസ് ഓഫ് വൺ ടൈം പീരീഡ്, അതായത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൻ്റെ മാത്രം പ്രത്യേകതയല്ല ഈ റിട്ടേൺ ഉണ്ടാവുന്നത് എന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈം പീരീഡിൽ ഇത് എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. നോക്കുക എന്താണ് സ്റ്റെപ്സ് ഇൻ പോർട്ട്ഫോളിയോ സ്റ്റഡി. ദ വേരിയബിൾ ഓൺ വിച്ച് ഫേംസ് വിൽ ബി ക്ലാസിഫൈഡ് ഈസ് ഡിഫൈൻഡ് യൂസിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആസ് എ ഗൈഡ്. അപ്പോൾ എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു, വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ദ വേരിയബിൾ ഓൺ വിച്ച് ഫേംസ് വിൽ ബി ക്ലാസിഫൈഡ്, ഏത് ഫേംസിന് ബേസ് ചെയ്തിട്ടാണോ വേരിയബിൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ വേരിയബിളിന് എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. എന്ത് ഉപയോഗിച്ചിട്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഒരു ഗൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നു. ദിസ് വേരിയബിൾ ഹാസ് ടു ബി ഒബ്സർവബിൾ ദോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു ബി ന്യൂമറിക്കൽ. ഇതെന്തായാൽ മതി, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതായാൽ മതി. എന്തായിക്കോളണം തന്നെ നിർബന്ധമില്ല, ന്യൂമറിക്കൽ വേരിയബിൾ ആയിരിക്കണം എന്ത് ചെയ്യില്ല, നിർബന്ധമില്ല. അതിന് എക്സാമ്പിൾ അതിൽ പറയാം. എക്സാമ്പിൾ വുഡ് ഇൻക്ലൂഡ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി, ബോണ്ട് റേറ്റിംഗ്, സ്റ്റോക്ക് പ്രൈസ് ഏർണിംഗ് റേഷ്യോസ്, അതിൻ്റെ പ്രൈസ് ബുക്ക് വാല്യൂ റേഷ്യോസ്, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് എടുക്കാം, വേരിയബിൾ ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുന്നു, വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നു. രണ്ടാമത്, ദ ഡാറ്റ ഓൺ ദ വേരിയബിൾ ഈസ് കളക്റ്റഡ് ഫോർ എവറി ഫേം ഇൻ ദ ഡിഫൈൻഡ് യൂണിവേഴ്സ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ടെസ്റ്റിംഗ് പീരീഡ് ആൻഡ് ദ ഫേംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു പോർട്ട്ഫോളിയോസ് ബേസ്ഡ് അപ്പോൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വേരിയബിൾ. ഓക്കെ, രണ്ടാമത് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു. നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള വേരിയബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ യൂണിവേഴ്സിൽ നിന്നുള്ള എന്ത് ചെയ്യുന്നു, എല്ലാ ഫേംസിൻ്റെയും എന്ത് ചെയ്യുന്നു, ഡാറ്റ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. Then, thus, if the price earnings ratio is the screening variable, firms are classified on the basis of PE ratio into portfolios from the lowest PE to highest PE classes. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആണ് നമ്മൾ ആയിട്ട് എടുത്തിട്ടുള്ളത് എങ്കിൽ, വേരിയബിൾ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ ഫേംസിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു, ലോവസ്റ്റ് പി ടു ഹയസ്റ്റ് പി ഇ, അതായത് ഡിപ്പെൻസ്, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ലോവസ്റ്റ് ബി റേഷ്യോ മുതൽ ഹയസ്റ്റ് ബി റേഷ്യോ വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ, അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. അത് നമ്മൾ വേരിയബിൾ ഡിഫൈൻ ചെയ്തു, ദെൻ അതിൻ്റെ ഡാറ്റ എന്ത് ചെയ്തു, കളക്ട് ചെയ്തു. Then the returns are collected for each firm in each portfolio for testing period.
and the returns for each portfolios are computed, generally assuming that the stocks are equally weighted. അപ്പോൾ അതിന് ശേഷം ദ റിട്ടേൺസ് ആർ കളക്റ്റഡ് ഫോർ ഈച്ച് ഫേം ഇൻ ഈച്ച് പോർട്ട്ഫോളിയോ ഫോർ ദ ടെസ്റ്റിംഗ് പീരീഡ്. അപ്പം ഓരോ ഫേമിൻ്റെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ എന്ത് ചെയ്തിട്ടുണ്ട്, കളക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ റിട്ടേൺസ് ഓഫ് ഈച്ച് ഫോർ ഈച്ച് പോർട്ട്ഫോളിയോസ് ആർ കമ്പ്യൂട്ടഡ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ലോ പി തൊട്ടിട്ട് ഹയസ്റ്റ് പി ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് പോർട്ട്ഫോളിയോസ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഫേമിനെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഫേമിൻ്റെ റിട്ടേൺ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കളക്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്തിൻ്റെ റിട്ടേൺ കണ്ടുപിടിക്കുക, പോർട്ട്ഫോളിയോനെ നമ്മൾ എന്ത് ചെയ്യുക, റിട്ടേൺ കണ്ടുപിടിക്കുക. അവിടെ എന്താ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്, എല്ലാ സ്റ്റോക്കും ഈക്വലി വെയിറ്റ് കൊടുത്തുകൊണ്ട് പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ എന്ത് ചെയ്യുക, നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ ദ ബീറ്റ, അതായത് ഇഫ് യൂസിങ് സിംഗിൾ ഫാക്ടർ മോഡൽ ആണെങ്കിൽ ഓർ ബീറ്റാസ്, മൾട്ടി ഫാക്ടർ ആണെങ്കിൽ ബീറ്റാസ് ഉണ്ടാവും, ബീറ്റ ആണെങ്കിൽ സിംഗിൾ ഫാക്ടർ മോഡലായിരിക്കും. ഓഫ് ഈച്ച് പോർട്ട്ഫോളിയോ ആർ എസ്റ്റിമേറ്റഡ്. ബീറ്റ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്, റിസ്കിനെ സൂചിപ്പിക്കുന്നതാണ്. ഐദർ ബൈ ടേക്കിംഗ് ദ ആവറേജ് ഓഫ് ദ ബീറ്റാസ് ഓഫ് ദ ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ഇൻ ദ പോർട്ട്ഫോളിയോസ് ഓർ ബൈ റിഗ്രസിങ് ദ പോർട്ട്ഫോളിയോസ് റിട്ടേൺസ് എഗെയിൻസ്റ്റ് ദ മാർക്കറ്റ് റിട്ടേൺസ് ഓവർ എ പ്രയർ ടൈം പീരീഡ്. ഓക്കെ, അതായത് ബീറ്റ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത റിസ്ക് ആണ്, റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ അനലൈസ് ചെയ്തു, അടുത്ത നമ്മൾ റിസ്ക് ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ബീറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നു. ബീറ്റ അല്ലെങ്കിൽ ബീറ്റാസ് സിംഗിൾ ഫാക്ടർ മോഡലാണെങ്കിൽ ബീറ്റയാണ് ഉണ്ടാവുക. ബീറ്റാസ് ആകുമ്പോൾ മൾട്ടി ഫാക്ടർ മോഡലാണ്. ഓഫ് ഈച്ച് ഓരോ പോർട്ട്ഫോളിയോയുടെയും എന്ത് ചെയ്യുക, ബീറ്റ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുക, ടേക്കിംഗ് ദ ആവറേജ് ഓഫ് ദ ബീറ്റാസ് ഓഫ് ദ ഇൻഡിവിജ്വൽ സ്റ്റോക്ക്. ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ എന്ത് ചെയ്യുക, ആവറേജ് ബീറ്റ എടുക്കാം. അതല്ലെങ്കിൽ റിഗ്രഷൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബീറ്റ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അതറിയാം, നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. റിഗ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ബീറ്റ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. The excess returns earned by each portfolio are computed in conjunction with the standard error of the excess return. അപ്പോൾ എന്ത് ചെയ്യുക, റിട്ടേൺ നമ്മൾ അനലൈസ് ചെയ്തു, ബീറ്റ നമ്മൾ എന്ത് ചെയ്തു, അനലൈസ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എക്സസ് റിട്ടേൺ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. And there are number of statistical tests available to check whether the average excess returns are different across the portfolios. Some of the tests are parametric ആൻഡ് സം ആർ എന്താണ് നോൺ പാരാമെട്രിക്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു, ഇതിൽ നിന്ന് നമ്മൾ എക്സസ് റിട്ടേൺ കണ്ടുപിടിച്ചു. ഇനി ഈ എക്സസ് റിട്ടേൺ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കാം. ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ എന്താണ് ടി ടെസ്റ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ടി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ത് ചെയ്യാം നോക്കാം. അതായത് ഈ ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോസിൻ്റെ ഇതിലാണോ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ റിട്ടേൺ എന്ത് ചെയ്തിട്ടുള്ളത്, ആവറേജ് എക്സസ് റിട്ടേൺസ് കറങ്ങുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്. നോൺ പാരാമെട്രിക് ടെസ്റ്റും പാരാമെട്രിക് ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. As a final test, the extreme portfolios can be matched against each other to see whether there are statistically significant differences across these portfolios. അപ്പോൾ ഫൈനലി ഇത് നമുക്ക് എന്ത് ടെസ്റ്റ് ചെയ്യാം, എക്സ്ട്രീം പോർട്ട്ഫോളിയോസ് ക്യാൻ ബി മാച്ച്ഡ്. എന്താണ്, കൂടുതൽ നല്ല പോർട്ട്ഫോളിയോസ്, എക്സ്ട്രീം പെർഫോം ചെയ്യുന്ന പോർട്ട്ഫോളിയോസ് എന്ത് ചെയ്യാം, മാച്ച് ചെയ്യാം. അതായത് ഈ പോർട്ട്ഫോളിയോസ് ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ, അതായത് ഈ പോർട്ട്ഫോളിയോസ് സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഒരേ റിട്ടേൺ തന്നെയാണോ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഈ റിട്ടേൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവ തമ്മിൽ എന്തുണ്ടോ, വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് എന്ത് പോർട്ട്ഫോളിയോയിലുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ സ്റ്റഡി എന്ന് പറയുന്നത് ഇതിനെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നു. പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ട് വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നു, വേരിയബിളിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ആ റിട്ടേൺസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടെസ്റ്റിംഗ് പീരീഡിൽ പോർട്ട്ഫോളിയോ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് ബീറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. എക്സസ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ എക്സസ് റിട്ടേൺ എന്ത് നോക്കുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്ത് ചെയ്യുന്നു നോക്കുന്നു. അടുത്ത ഒരു മെത്തേഡാണ് എന്ത്, റിഗ്രഷൻ എന്ന് പറയുന്നത്. എ ബെറ്റർ മെഷർ ഓഫ് ദ റിലേഷൻഷിപ്പ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ദ റണ്ണിങ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. എന്ത് ചെയ്യുക, റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാൻ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്കറ്റ് എഫിഷ്യൻസി ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുപയോഗിക്കുക, മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്നാണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വുഡ് ബി ദ റിട്ടേൺ ഓൺ സ്റ്റോക്ക് ആൻഡ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻക്ലൂഡ് വേരിയബിൾ
ഇതായൊരു ഫോം ഓഫ് സ്ട്രാറ്റജി. എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിട്ടേൺ ഓൺ സ്റ്റോക്ക് ആയിരിക്കും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ട് എന്തായിരിക്കും? നമ്മൾ ഫോം ചെയ്യുന്ന വേരിയബിൾ ആയിരിക്കും. ഇനി അതിനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഐഡൻറ്റിഫൈ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ദെൻ ഡിസിഷൻ ഓൺ ദി എന്താണ് മെഷർമെൻറ്റ് ഓഫ് ദി വേരിയബിൾ, ദെൻ ചെക്ക് ഫോർ ദി നാച്ചർ ഓഫ് ദി റിലേഷൻഷിപ്പ്, റൺ ദ റിഗ്രഷൻ. ഇത്രയും സ്റ്റെപ്പുകളാണ് അതിൻ്റെ അതുള്ളത്. ഐഡൻറ്റിഫൈ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അധിക കേസിലും എന്ത് തന്നെയായിരിക്കും? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ? മെഷർ ഓൺ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അതായത് നമ്മളെ ഇവിടെ പറയുന്നത് തന്നെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വുഡ് ബി ദ റിട്ടേൺസ് ഓൺ സ്റ്റോക്ക് അല്ലേ? റിട്ടേൺ ഓൺ സ്റ്റോക്ക് തന്നെ ആയിരിക്കും. അതിൽ എന്താണ് പ്രധാനമായിട്ടും അനലിസ്റ്റ് ശ്രദ്ധിക്കേണ്ട 2 ജഡ്ജ്മെൻറ്റുകളാണുള്ളത്. ഫസ്റ്റ് എന്താണ് വെദർ ദ പ്ലാൻ ടു യൂസ് ടോട്ടൽ റിട്ടേൺ ഓർ എക്സസ് റിട്ടേൺ. ടോട്ടൽ റിട്ടേൺ ആണോ എന്ത് ചെയ്യുന്നത് അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സസ് റിട്ടേൺ മാത്രമാണോ എന്ത് ചെയ്യുന്നത് അനലൈസ് ചെയ്യുന്നത്. ഇനി എക്സസ് റിട്ടേൺ ആണ് എടുക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇറ്റ് വുഡ് ബി അഡ്ജസ്റ്റഡ് ഫോർ റിസ്ക് ആൻഡ് മാർക്കറ്റ് പെർഫോമൻസ്. എന്തിനും അഡ്ജസ്റ്റ് ചെയ്യണം? റിസ്ക്കിനും മാർക്കറ്റ് പെർഫോമൻസിനും എന്ത് ചെയ്യേണ്ടതുണ്ട്? അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സെക്കൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് വി ഹാവ് ടു മേക്ക് ഈസ് എന്താണ് വൺ ഓഫ് ദ റിട്ടേൺ ഇൻ്റർവെൽ ദാറ്റ് വിൽ ബി യൂസിങ് സജസ് എന്താണ് മന്ത്ലി ആണോ, ക്വാർട്ടർലി ആണോ, ആനുവൽ ഓർ 5 ഇയർ. അതായത് ആ റിട്ടേണിൻ്റെ ഡാറ്റ മന്ത്ലി റിട്ടേൺ ആണോ, ക്വാർട്ടർലി റിട്ടേൺ ആണോ, ആ ഡാറ്റ ഇൻ്റർവെൽ റിട്ടേൺ ഇൻ്റർവെലിൻ്റെ ആ ഡാറ്റ ഏത് ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എടുക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തത് ഡിസിഷൻ ഓൺ ദ മെഷർമെൻറ്റ് ഓഫ് വേരിയബിൾ അല്ലേ? എന്താണ് ഇൻ ദിസ് സ്റ്റെപ്പ് വി മസ്റ്റ് യൂസ് ദ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. അതായത് വാണ്ട് ടു കൺസിഡർ ഹൈ ഗ്രോത്ത് ആണ് എങ്കിൽ വി ഹാവ് ടു യൂസ് എന്താണ് ഗ്രോത്ത് ഇൻ ഏണിങ്സ്. ഹൈ ഗ്രോത്ത് സെക്യൂരിറ്റീസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഗ്രോത്ത് ഇൻ ഏണിങ്സ്, അതല്ലെങ്കിൽ ഗ്രോത്ത് ഇൻ ദ പാസ്റ്റ് ഓർ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഗ്രോത്ത്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. രണ്ടാമത് തേർഡ് വൺ ചെക്ക് ഫോർ ദ നേച്ചർ ഓഫ് ദ റിലേഷൻഷിപ്പ്. ലീനിയർ ആണോ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആണോ ഉള്ളത് എന്നുള്ള എന്ത് ചെയ്യുക? ടച്ച് ചെയ്യുക. ഇതിനെന്ത് ചെയ്യുക? റിഗ്രഷൻ എന്ത് ചെയ്യുക? റൺ ചെയ്യുക. ഇത്രയാണ് അതിൻ്റെ സ്റ്റെപ്പ് ഉള്ളത്. If you have any doubt regarding this, you can ask.